ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജൗഹറത്തു തൗഹീദ് ആറാമത്തെ ക്ലാസ്. വളരെ പ്രധാനപ്പെട്ട ഈമാനുമായി ബന്ധപ്പെട്ട അനിവാര്യമായ ചർച്ചകളാണ് രണ്ട് ബൈത്തിൽ നടത്തുന്നത്. 21, 22 രണ്ട് ബൈത്തുകൾ. വറുജ്ജിഹത് സിയാദത്തുൽ ഈമാനി ബിമാ തസീദു ത്വാഅത്തുൽ ഇൻസാനി. ഈമാൻ വർദ്ധിക്കും ബിമാ തസീദു ത്വാഅത്തുൽ ഇൻസാനി, മനുഷ്യൻ്റെ ഇബാദത്ത് വർദ്ധിക്കുന്നത് കാരണമായിട്ട് ഈമാൻ വർദ്ധിക്കും എന്ന അഭിപ്രായം പ്രബലമാക്കപ്പെട്ടിരിക്കുന്നു. വ നഖ്സുഹു ബിനഖ്സിഹ, ഇബാദത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഈമാനിന് ചുരുക്കം സംഭവിക്കും എന്ന അഭിപ്രായം. ഈമാനിൻ്റെ വർധനവ് കൊണ്ട് ഇബാദത്തുകളുടെ വർധനവ് കൊണ്ട് ഈമാനിന് വർധനവുണ്ടാവും. ഇബാദത്തുകൾ ചുരുങ്ങൽ കൊണ്ട് ഈമാനിന് ചുരുക്കം വരും. ഈമാനിന് ബലക്കുറവ് സംഭവിക്കും. ഈ അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം. ഇപ്പം പറഞ്ഞത് ഒരഭിപ്രായം. വക്കീല പറയപ്പെട്ടിരിക്കുന്ന വേറൊരു അഭിപ്രായമുണ്ട്. ലാ, ഈ പറഞ്ഞത് ഇല്ല. ഈമാനിന് വർധനവ് എന്ന സംഗതി ഇല്ല. ഈമാൻ വർദ്ധിക്കുക, ഈമാൻ ചുരുങ്ങുക എന്ന ഒരു സംഗതി ഇല്ല എന്ന് വേറൊരു അഭിപ്രായം. വക്കീല, മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെട്ടു, ലാ ഹുൽഫ, ഇവിടെ ഇപ്പോൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ ഒരു ആശയപരമായ തർക്കം അല്ല. അത് ഖിലാഫുൻ ലഫ്ളിയ് ആണ്. ഒരു വാക്കിൽ ഒതുങ്ങുന്ന തർക്കം മാത്രമാണത്. യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ പൊരുള് കറക്റ്റായി ചിക്കിച്ചുകഞ്ഞ് പരിശോധിച്ചാൽ അവിടെ ഒരു തർക്കമില്ല എന്നാണ് ഒരു മൂന്നാം കൂട്ടരുടെ അഭിപ്രായം. കത് നുക്കില, ഇപ്രകാരം അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ആദ്യം പറഞ്ഞ രണ്ട് കൂട്ടരുടെ ഇടയിൽ തർക്കമില്ല എന്നൊരഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കിതാബിൻ്റെ 21, 22 വരികളിലൂടെ കടന്നു പോകുന്നത്. ചർച്ച ചെയ്യുന്നത് അതാണ് വിഷയം. ഈ വിഷയസംബന്ധമായ ഒരു വിശദീകരണം ബഹുവന്യരായ കലമുൽ ഇസ്ലാം ഉസ്താദ് അവറുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ കർമ്മം എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ഘടകമാണോ അല്ലയോ എന്ന തർക്കമുണ്ട്. അതിൽ പുത്തൻവാദികളായ മുഅ്തസിലത്ത് പറയുന്നത് അത് ഈമാനിൻ്റെ ഘടകമാണ് എന്നാണ് പറയണത്. അപ്പം ഈമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടനുസരിച്ച് വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, അത് ഉച്ചരിക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യലും, ഇത് മൂന്നും കൂടി കൂടിയതാണ് ഈമാൻ എന്നവർ പറയുന്നു. ഫമൻ തറക്കൽ അമല ഫലൈസ ബി മുഅ്മിനിൻ, അപ്പോൾ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിലോ അവൻ മുഅ്മിനല്ല. കാരണം ഈമാനിൻ്റെ ഘടകം നഷ്ടപ്പെട്ടു പോയി. മുഅ്തസിലത്ത് വാദിക്കുന്നതാണ്. അവർ പുത്തൻവാദികളാണ്. ഇന്നുള്ള നമ്മുടെ പുത്തൻവാദികളുടെ മുൻഗാമികളായ പുത്തൻവാദികളാണ്. എന്നാൽ ഈ പറഞ്ഞ അമലൊഴിവാക്കിയ സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത ആളെ പറ്റിയിട്ട് കാഫിർ എന്ന് വിളിക്കാൻ പറ്റൂല. കാരണം അവന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അപ്പോൾ കാഫിറിൻ്റെയും മുഅ്മിനിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അയാൾ ഉള്ളത് എന്നാ മുഅ്തസിലത്തിൻ്റെ വാദം. അവൻ്റെ പരലോക അവസ്ഥ എന്താ? പരലോകത്ത് അവൻ നരകത്തിൽ ശാശ്വതമായി കിടക്കും. കാരണം മൂമിനല്ലാത്തോണ്ട്. എന്നാൽ കാഫിറിൻ്റെ ശിക്ഷയേക്കാൾ കുറഞ്ഞ ശിക്ഷയായിരിക്കും അവന് ലഭിക്കുന്നത് എന്നും അവർ പറയുന്നു. വേറൊരു കൂട്ടരാണ് ഖവാരിജ്. അതും വലിയ പുത്തൻവാദികളാണ്. അവർ പറയണത് വൻപാപങ്ങൾ ചെയ്താൽ ആൾ കാഫിറായി പോകും എന്നാണ് പറയണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് അന്നൽ അമല ഷർത്തു കമാലിൽ ഈമാനി, ഈമാനിൻ്റെ പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ സൽക്കർമ്മം എന്നത് നിബന്ധനയാകുന്നു. പൂർണ്ണത കിട്ടാൻ
അപ്പോൾ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലോ ഫഹുവ മുഅ്മിൻ, ആള് മുഅ്മിൻ തന്നെയാണ്. ലാക്കിന്നഹു ഫവ്വത്ത അലാ നഫ്സിഹിൽ കമാൽ, പക്ഷേ അവൻ്റെ ഈമാനിൻ്റെ പൂർണ്ണതയെ അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണതയില്ല, ഈമാനിൻ്റെ പൂർണ്ണത പോയി. എപ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റണത്? അവന് ഈ കർമ്മങ്ങൾ ഒഴിവാക്കലൊക്കെ ഹലാലാണ് എന്ന വാദം ഇല്ല എങ്കിൽ. ഉദാഹരണം, ദീനിൽ നിർബന്ധമായും ദീനിൻ്റെ കാര്യമാണ്, കർമ്മമാണ്, ആചാരമാണ്, നടപടിയാണെന്ന് അറിയപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണം നിസ്കാരം. ആ നിസ്കാരം ഒഴിവാക്കൽ ഹലാലാണ് എന്ന വാദം ഇയാൾക്ക് ഇല്ല, നിസ്കരിക്കണില്ല എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ അവന് ഈമാനിൻ്റെ കമാലില്ല. ഇനി അങ്ങനെയല്ല, നിസ്കരിക്കണില്ല എന്ന് മാത്രമല്ല, നിസ്കാരം പോലെയുള്ള ദീനിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങളെ ഉപേക്ഷിക്കൽ ഹലാലാണ് എന്ന വാദമാണ് അവനുള്ളത് എങ്കിൽ അവൻ കാഫിറാണ്. അഹ്ലുസുന്നത്തിൻ്റെ നിലപാടാണ് ഈ പറഞ്ഞത്. തെളിവുകൾ ധാരാളം അഹ്ലുസുന്നത്തിൻ്റെ ഈ അഭിപ്രായത്തിനെ സാധൂകരിക്കാൻ വേണ്ടി ഉണ്ട്. കർമ്മങ്ങളെ സംബന്ധിക്കുന്ന കൽപ്പനകളും നിരോധനങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഈമാൻ എന്നത് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പിനെ നിർബന്ധമാക്കുന്ന ആയത്താണത്. സൂറത്തുൽ ബക്കറ 183. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് സമൂഹത്തോട് പറയുമ്പോൾ അവരോട് സംബോധന ചെയ്യുന്നത് ഏ മുഅ്മിനീങ്ങളെ എന്നാണ്. അപ്പോൾ അവർ മുഅ്മിനീങ്ങളാണ് നോമ്പ് പിടിക്കാതെ തന്നെ. നോമ്പിപ്പോൾ നിയമമാകുന്നേ ഉള്ളൂ, അപ്പോഴും അവരെ വിളിക്കുന്നത് മുഅ്മിനീങ്ങളെ എന്നാ. അതേപോലെ തന്നെ ഈമാനും തെറ്റും രണ്ടും കൂടി ഒരുമിച്ച് വരും എന്നതിനും തെളിവുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അൻആം സൂറത്തിൻ്റെ 82. അവിടെ എന്താ പറയണത്? മുഅ്മിനീങ്ങളാണ്, ഈമാനോട് അവർ പാപങ്ങളെ, തെറ്റുകളെ കലർത്തിയിട്ടില്ല. ഈമാനുണ്ട്, ആ ഈമാനോട് കലർത്തി തെറ്റ് ചെയ്യുന്നില്ല എന്ന്. അപ്പം തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഈമാനുണ്ട്. തെറ്റ് ഈമാനോട് കലർത്തി തെറ്റ് ചെയ്യാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ചർച്ച പോണത്. അപ്പോൾ ഈമാനോട് തെറ്റ് കലർത്തൽ എന്നതുണ്ട്. അപ്പം തെറ്റ് ചെയ്യുന്ന ആളും ഈമാനുള്ള ആളാണ് എന്നാ ആ ആയത്തൊക്കെ പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈമാൻ ഏറുമോ ചുരുങ്ങുമോ എന്നത്. ഈമാൻ വർദ്ധിക്കുമോ ചുരുങ്ങുമോ? വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും എന്നാണ് അശ്അരി പണ്ഡിതന്മാരിലെ ഭൂരിഭാഗം ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഈമാനിന് ഏറ്റവും ചുരുക്കവും ഇല്ല എന്ന് വന്നാൽ ഈ ഉമ്മത്തിലെ പാപികളായ സാധാരണക്കാരായ ആളുകളുടെ ഈമാനും അമ്പിയാക്കൾ മലായിക്കത്തിൻ്റെ ഈമാനും സമമാണെന്ന് വരൂലേ? ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റിയ കാര്യമാണോ? ഖുർആനായത്ത് പഠിപ്പിക്കുന്നത് കണ്ടോളൂ. വഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ. അവരുടെ മേൽ, നല്ല ആളുകളുടെ മേൽ ഖുർആനായത്ത് ഓതപ്പെട്ടാൽ ആ ആയത്തുകൾ അവർക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കും. അപ്പം ഈമാനിനെ വർദ്ധിപ്പിക്കും ഖുർആൻ പറയാണ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങളോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളൊരു ചോദ്യം ചോദിച്ചു, അൽ ഈമാനു യസീദു വ യൻഖുസു, ഈമാൻ ഏറുകയും ചുരുങ്ങുകയും ചെയ്യുമോ തങ്ങളെ? അപ്പോൾ പറഞ്ഞു നഅം യസീദു, ഈമാൻ വർദ്ധിക്കും. ഹത്താ യുദ്ഖില സാഹിബഹു അൽ ജന്ന, അങ്ങനെ ഈമാനിൻ്റെ ആളെ ഈമാൻ സ്വർഗത്തിൽ കടത്തും. വ യൻഖുസു, ഈമാൻ ചുരുങ്ങുകയും ചെയ്യും. അങ്ങനെ
ആ ചുരുങ്ങിയ ഈമാനിന്റെ ആളെ ഹത്താ യുദ്ഖില സാഹിബഹു അന്നാറ, അവനെ നരകത്തിൽ കടത്തുകയും ചെയ്യും. ആ ഈമാനിന്റെ ചുരുക്കം ഇതാണ്. അശ്അരി പണ്ഡിതന്മാരിലെ ഭൂരിഭാഗ പണ്ഡിതന്മാരും അങ്ങനെയാ പറഞ്ഞത്. അവരുദ്ധരിക്കുന്ന തെളിവുകളാണിതൊക്കെ. മറ്റൊരു സംഘം പണ്ഡിതന്മാരുണ്ട്, വലിയ മഹാന്മാർ. അവരിലെ ഏറ്റവും ഉന്നതരായ ഇമാമാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവർ പറയണത് ഇന്നൽ ഈമാൻ ലാ യസീദു വലാ യൻഖുസു, ഈമാൻ വർദ്ധിക്കുക ചുരുങ്ങുക എന്നത് ഇല്ല. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അങ്ങേയറ്റത്തെ ദൃഢനിശ്ചയം, ദൃഢവിശ്വാസം, അംഗീകാരം, പരിശുദ്ധ ദീനിനെ അംഗീകരിക്കുക, അങ്ങേയറ്റത്തുള്ള അംഗീകാരം, കീഴ്പ്പെടൽ, അതാണ് ഈമാൻ, അതാണ് തസ്ദീഖ്. അവിടെ പിന്നെ ഏറലും ചുരുങ്ങലൊന്നുമില്ല. അപ്പൊ ഖുർആൻ ആയത്തുകളിൽ മേലെ നമ്മളൊരു ആയത്തൊക്കെ ഓതിയല്ലോ, ഈമാൻ വർദ്ധിക്കുമെന്ന്. അപ്പൊ അവരതിന് മറുപടി പറയണത് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളുടെ വർധനവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം പരിശുദ്ധ ദീനില് നിയമങ്ങൾ ഇങ്ങനെ പടിപടിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു മുമ്പ് വിശ്വസിക്കപ്പെട്ട കാര്യങ്ങൾ ഏതോ ആ കാര്യങ്ങളല്ല പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. കാരണം കുറേയും കൂടി പിന്നെ നിയമം അങ്ങനെ പിന്നെയും വരികയാണ്. അപ്പോൾ ആ വരുന്നതിനനുസരിച്ച് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങൾ ഏറി വരും. ആ ഏറ്റം, ആ വർധനവ്, അതാണ് ഈമാൻ ഏറുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഹദീസുകളിൽ ഇപ്പോൾ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിച്ചല്ലോ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ചോദ്യവും മറുപടിയും. ആ പറഞ്ഞതിൻ്റെ താല്പര്യം അത് അമലുകളുടെ വർധനവാണ് അവിടെ പറഞ്ഞത്. സൽക്കർമ്മങ്ങൾ വർദ്ധിക്കും, ചിലർക്ക് വർദ്ധിക്കും, ചിലർക്ക് കുറയും. അമലിൻ്റെ വർധനവാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ ഈമാൻ എന്ന അടിസ്ഥാനപരമായ ഒരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പ്, അതിൻ്റെ വർധനവും ചുരുങ്ങലുമല്ല. ഇതാണ് ഈ രണ്ടാമത്തെ പണ്ഡിതന്മാരുടെ നിലപാട്. ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മറ്റൊരു കൂട്ടം പണ്ഡിതന്മാരുണ്ട്. അവർ പറയണത് മേലെ പറഞ്ഞ രണ്ടായി തിരിയുന്ന അഭിപ്രായ വ്യത്യാസം എന്നത് യഥാർത്ഥത്തിൽ ഒരഭിപ്രായ വ്യത്യാസം അല്ല. ശരിക്ക് ചികഞ്ഞ് പഠിച്ചാൽ അവിടെ ശരിക്കൊരു തർക്കമില്ല, ആശയപരമായ തർക്കമില്ല. കാരണം അവർ പറയണത് ഈമാൻ ഏറും ചുരുങ്ങും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഈമാനിൻ്റെ പൂർണ്ണതക്ക് ആവശ്യമായ സൽക്കർമ്മങ്ങൾ ഏറും ചുരുങ്ങും എന്നാണ്. മറ്റൊരു കൂട്ടര് ചുരുങ്ങലും കൂടലും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അടിസ്ഥാനപരമായ വിശ്വാസം, ആ പൂർണ്ണമായ ആ മനസ്സുകൊണ്ടുള്ള അംഗീകരിക്കൽ, അതാണ് ഏറൂല ചുരുങ്ങൂല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ്. വർധനവുണ്ട് എന്ന് പറയണത്, ചുരുങ്ങലുണ്ട് എന്ന് പറയണത് അത് സൽക്കർമ്മങ്ങളുടെ കാര്യമാണ്. ഏറൂല ചുരുങ്ങൂല എന്ന് പറയണത് അത് ഈമാൻ എന്ന ആ അടിസ്ഥാന വിഷയത്തെ സംബന്ധിച്ചാണ്, അതായത് ആ വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ തർക്കമില്ല എന്ന് ഈ പറഞ്ഞ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ പറയുന്നത് തർക്കമുണ്ട് എന്നതാണ് ശരിയെന്ന. തർക്കമില്ല, യഥാർത്ഥ തർക്കമല്ല ഈ വിഷയത്തിലുള്ളത് എന്ന നിലപാട് ശരിയല്ല. പ്രബലാഭിപ്രായം തർക്കമുണ്ട്. കാരണം തസ്ദീഖ്, ഈ മനസ്സിൻ്റെ വിശ്വാസം, മനസ്സിൻ്റെ ഉറപ്പ്, അതിന് ഏറ്റമുണ്ടോ ചുരുങ്ങലുണ്ടോ, അവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ മർമ്മം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ട് എന്നതാണ്. ഫയസീദു ബികസ്റത്തിൻ നദരി വവുളൂഹിൽ അദില്ലത്തി,
വബി മഹദി തജല്ലി മിനല്ലാഹി തആല. ഒരാൾ നല്ല രീതിയിൽ ചിന്തിച്ചു ഈമാനികമായ വിഷയങ്ങളെ സംബന്ധിച്ച്, അതേപോലെ ഒരാൾക്ക് അതിൻ്റെ ദലീലുകൾ, തെളിവുകൾ നല്ല തെളിമയിൽ അവന് ലഭിച്ചു, അതേപോലെ പടച്ച തമ്പുരാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ കടാക്ഷം ഒരാൾക്ക് ലഭിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ്റെ ഈമാനിന് വർധനവുണ്ടായി, ഈ പറഞ്ഞ രീതിയിലുള്ള ആഴമുള്ള ചിന്ത, തെളിവുകളുടെ തെളിമക്കുറവ്, വ്യക്തതക്കുറവ്, അതേപോലെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക കടാക്ഷം ലഭിക്കായ്മ, ഇതുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് ഈമാൻ ചുരുങ്ങും, ആ വിശ്വാസം എന്നുള്ളത് ചുരുങ്ങും. എന്നിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ തസ്ദീഖുൽ മുഖല്ലിദി ലൈസക തസ്ദീഖിൽ ആരിഫി ബിദ്ദലീൽ. അപ്പം നമ്മൾ ഒരു സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും തെളിവുകളെ വളരെ വ്യക്തമായി അറിയുന്ന ഒരു ആരിഫിൻ്റെ, ഒരു അറിയുന്ന ആളുടെ വിശ്വാസം പോലെ ആവൂല. വഹുവ, ആ അറിയുന്ന ഒരാൾ, തെളിവൊക്കെ ശരിക്കറിയാം, അയാളുടെ വിശ്വാസം എന്നുള്ളത് ലൈസക്ക തസ്ദീഖിൽ മുറാഖിബി, മുറാഖിബ് എന്ന ഒരു ഉന്നത നിലവാരമുള്ള ഒരാളുണ്ട്, പദവിയുള്ള ആൾ, ആ ആളുടെ ഈമാൻ പോലെ ആവൂല. മുറാഖിബ് എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് എപ്പോഴും റബ്ബിനെ നിരീക്ഷിക്കുന്നു, ആ ആളുടെ ഖൽബിൽ നിന്ന് ഒരിക്കലും റബ്ബ് എന്ന ആ ശക്തി മാഞ്ഞു പോകുന്നില്ല. അതാ മുറാഖിബ്. ആ മുറാഖിബിൻ്റെ ആ ഈമാനിൻ്റെ കടുപ്പം അതിൻ്റെ താഴെയുള്ള പണ്ഡിതൻ്റേതിനുണ്ടാവില്ല. വഹുവ ലൈസക തസ്ദീഖിൽ മുഷാഹിദി, മുറാഖിബിൻ്റെ ഈമാൻ ഒരിക്കലും മുഷാഹിദിൻ്റെ ഈമാൻ പോലെ ആവൂല. മുഷാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് കാണുന്നയാള്. വഹുവ ലൈസക തസ്ദീഖിൽ മുസ്തഗ്രിഖി, അള്ളാഹുവിനെ അല്ലാതെ കാണുന്നില്ല, അങ്ങനെ ഒരാളുണ്ട്, അതാ മുസ്തഗ്രിഖ്. ഈ മുസ്തഗ്രിഖിൻ്റെ ഈമാൻ പോലെ ഒരിക്കലും മുഷാഹിദിൻ്റേതാവൂല. മുഷാഹിദിൻ്റെ ഈമാൻ പോലെ ആവൂല മുറാഖിബിൻ്റെ ഈമാൻ. മുറാഖിബിൻ്റെ ഈമാൻ പോലെ ആവൂല മറ്റ് പണ്ഡിതന്മാരുടെ ഈമാൻ. ആ പണ്ഡിതന്മാരുടെ ഈമാൻ പോലെ ആവൂല സാധാരണ ആളുകളുടെ ഈമാൻ. അപ്പം യഥാർത്ഥത്തിൽ ആ വിശ്വാസം, ഉറപ്പ് എന്ന് പറയുന്നതിൽ തന്നെ ഏറ്റ വ്യത്യാസമുണ്ട്. അതാണിതിൻ്റെ പ്രബലമായ വശം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ.